പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ ഇന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ എന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബർ മാസം 15-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അഭിഷേകം നിന്റെ അതിരുകളെ വിശാലമാക്കും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ അഭിഷേകം ഒരു വ്യക്തിയുടെ മേളിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ അതിരുകൾ വിശാലമായി തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ ഈ അഭിഷേകത്തെ പ്രാപിപ്പാനായി ദാഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ദാഹമാണ് ഒരുവനെ അഭിഷേകത്തിന്റെ വർദ്ധനവിലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നത് കാണാൻ കഴിയും. നമ്മൾ ആ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 11-ാമത്തെ വാക്യം. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളെ അയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. വായിച്ചു കേട്ട 2 വചനങ്ങൾ നോക്കുമ്പോൾ ഇശായി തൻ്റെ മൂത്ത 7 മക്കളെയും പ്രവാചകന്റെ മുമ്പിൽ നിർത്തി. ദൈവം അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്ന് നിങ്ങളെ ആ ഭവനത്തിൽ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കി വിധിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എൻ്റെ ദൈവം നിന്നെ ആരാക്കണമെന്നുള്ളതും നിന്നെ എവിടെ എത്തിക്കണമെന്നുള്ളതും കാണുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളെ നോക്കി പറയുന്നുണ്ട്, എനിക്ക് സാഹചര്യമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കുടുംബ പേരില്ല, എൻ്റെ കയ്യിൽ സമ്പത്തില്ല. എൻ്റെ കർത്താവിന് നിന്നെ ഉയർത്തുവാനായി ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ദൈവത്തിൻ്റെ അഭിഷേകം നിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കും. ദൈവത്തിൻ്റെ അഭിഷേകം നിന്നെ ആൾമാറിവനെ പോലെയാക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ദാവീദിനെ എൻ്റെ ദൈവം അഭിഷേകം ചെയ്യുവാൻ തിരഞ്ഞെടുക്കുകയാണ്. മൂത്ത 7 മക്കളെയും തിരഞ്ഞെടുക്കാതെ ഇളയ മകനായ അപ്പനും സഹോദരന്മാരും ഒരുമിച്ച് തള്ളിയവനെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അവരാരും പ്രതീക്ഷിച്ചില്ല ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുമെന്നുള്ളത്. ഹല്ലേലൂയ. അവരാരും ചിന്തിക്കാത്തതുപോലെ 1 ശമൂവേൽ 16-ന്റെ 13-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യണം. 13-ാമത്തെ വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശൗൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അഭിഷേകം നിങ്ങളുടെ മേളിൽ വന്നാൽ
നിങ്ങൾക്ക് പഴയതുപോലെ ജീവിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ പഴയ സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒതുങ്ങാൻ പറ്റത്തില്ല. അഭിഷേകം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കും. അഭിഷേകം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇതാ ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം അവനെ അഭിഷേകം ചെയ്യണം. ആ അഭിഷേകം ചെയ്ത ആ സമയം മുതൽ ദാവീദിന് പഴയതുപോലുള്ള അവസ്ഥയല്ല. നിങ്ങൾക്കറിയാമോ, അഭിഷേകം അതിരുകളെ വിശാലമാക്കും. അഭിഷേകം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അർഹിക്കാത്തിടത്ത് നിന്നെ എത്തിക്കും. ഈ അധ്യായത്തിൽ തന്നെ 22-ാമത്തെ വാക്യത്തിലേക്ക്, ആകയാൽ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളയച്ചു, ദാവീദിനോട് എനിക്കിഷ്ടം തോന്നിയിരിക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അഭിഷേകം ദാവീദിന്റെ മേളിൽ വന്നപ്പോൾ ദാവീദിന് പിന്നെ കാട്ടിലേക്കല്ല സ്ഥാനം. ദാവീദ് പൊസിഷൻ മാറുന്നത് പോലെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അഭിഷേകം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കും. ഇന്ന് എൻ്റെ കൂടെ എത്ര പേർ ദാഹിച്ചുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അഭിഷേകത്തിനായി വളരെയധികം ദാഹിക്കണം. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് ദാഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 38-ാമത്തെ വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാഹത്തോടെ അഭിഷേകത്തിനായി ദാഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നാട്ടെ. നിങ്ങളുടെ അതിരുകളെ അഭിഷേകം മാറ്റാൻ പോവുകയാണ്. ആ വലിയ വ്യക്തതയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിക്കാം. ഞാനും വിശ്വസിക്കുകയാണ്, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും കണ്ണുകളും നടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അഭിഷേകം ഒരുവന്റെ വെളിയിൽ വന്നാൽ അവൻ്റെ അതിരുകൾ വിശാലമാകും. അവൻ ആൾ മാറിയവനെ പോലെയാണ്. കർത്താവേ, എന്നെ കാണുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ മക്കളും അഭിഷേകത്താൽ നിറയട്ടെ. അവർ അത്ഭുതങ്ങളെ പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തോ കൊല്ലത്തോ എറണാകുളത്തോ തൃശ്ശൂരോ ഒക്കെ കടന്നു വരാൻ പറ്റുന്നവർ കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.